ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഐശ്വര്യ. എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ആർട്ട് ഫീൽഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, എനിക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലാൻ എന്താണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ. അതിൽ ഞാൻ BFA എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു, ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. കുറച്ച് മുമ്പാട്ടോ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ ഫുൾ എൻട്രൻസ് എക്സാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇനി എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്താമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ആ ഒരു BFAനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അത് ഞാൻ പറഞ്ഞത് BFAനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാന്നുള്ളത്. സോ ആ വീഡിയോ ആണ് കേട്ടോ ഇതുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പല പല ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് BFA പഠിക്കണമെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റി, ഏത് സ്ട്രീം പഠിക്കണം, കൊമേഴ്സ് പഠിച്ച ആൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ കോളേജസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്ത്യയിലുണ്ടോ കേരളത്തിലുണ്ടോ, എത്ര സീറ്റ്സ് ഉണ്ട്, ഇതിന് എൻട്രൻസ് എക്സാം ഉണ്ടോ, പിന്നെ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഈ BFA പഠിച്ച ആൾക്കാർക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ് കേട്ടോ. ഞാൻ BFA ആസ്പിറൻ്റ് ആണ്, ഞാൻ ഇക്കൊല്ലം എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ്. സോ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ BFAയുടെ പിന്നാലെ നടക്കായിരുന്നു. എന്തൊക്കെയാണ് സംഭവങ്ങൾ, കുറച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കാണാതെ ആ വീഡിയോ എന്തായാലും പോയി കാണുക. ഇപ്പോൾ ആ വീഡിയോ കണ്ട ഭയങ്കര ഇൻസ്പിറേഷൻ ആയാലോ. അപ്പോൾ ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നതല്ല, എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. കാരണം ഒരുപാട് TMs ഞാൻ BFA റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. BFA എൻട്രൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ ഒരു മടിയൊക്കെ മാറ്റി പെട്ടെന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം, പ്രാക്ടീസും ചെയ്യുന്ന രീതിക്ക് ഞാൻ എന്നും വീഡിയോസൊക്കെ ഇടും. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കും എന്താണ് BFA, അതെന്താ സംഭവം, വരയ്ക്കുന്നതാണോ എന്താണെന്നൊക്കെ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പലർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടോ, അയ്യോ ചേച്ചി ഇത് എന്താണെന്ന് പറഞ്ഞതായോ, വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് നേരെ കിട്ടിയത് എൻട്രൻസ് എക്സാം അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസിയാണ്. പിന്നെ ഇനി എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ എപ്പോഴാണ് വരിക എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ് എന്താണ് BFA. BFAയുടെ ഫുൾ ഫോം എന്താണ്? BFAയുടെ ഫുൾ ഫോം ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. ഇറ്റ്സ് എ പ്രൊഫഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്. ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ വിഷ്വൽ ആർട്ട്, ക്രിയേറ്റിവിറ്റി, ഡിസൈനിങ് ആൻഡ് പ്രാക്ടിക്കൽ ആർട്ടിസ്റ്റിക് സ്കിൽസ്. ഇതൊക്കെയാണ് BFAയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കടക്കാനായിട്ട് മുമ്പ് വൺ തിങ് ഐ വാണ്ട് ടു ക്ലിയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് BFA എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രോ ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സ്കൾപ്ചർ ചെയ്യുക, അതൊക്കെയാണെന്ന് വിചാരിക്കും. ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഫുൾ ഡ്രോയിങ് ആണ്, പെയിൻറ്റിങ് ആണെന്നൊക്കെയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. ഡ്രോയിങ് ഈസ് ഓൺലി വൺ പാർട്ട് ഓഫ് ദിസ് കോഴ്സ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ അത് അങ്ങനെയല്ല കേട്ടോ. ഇതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ഡിസൈനിങ് പ്രിൻസിപ്പിൾ, കളർ തിയറി, കോമ്പോസിഷൻ, അങ്ങനെ പ്രാക്ടിക്കൽ സ്റ്റുഡിയോ ബേസ്ഡ് വർക്ക്സ്, അങ്ങനെ പല പല സബ്ജക്റ്റുകളാണ് ഇതിൽ പഠിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ ഡ്രോയിങ് വേണ്ടെന്നല്ല കേട്ടോ. അതും വേണം, പ്ലസ് പല പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഡിഗ്രി അല്ല, അപ്പം അതിൻ്റേതായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആർട്ട് എന്ന സബ്ജക്റ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയാണ് ഇതിൽ. അല്ലാണ്ട് വെറുതെ ഡ്രോയിങ് പഠിക്കുന്നു അതൊക്കെ വേണം കേട്ടോ. ഡ്രോയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കും. ഇങ്ങനെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അതിൻ്റെ പാഷനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് BFA എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പഠിച്ചിട്ട് എന്തിനാ വെറുതെ നമ്മളുടെ സന്തോഷം കളയണം. അപ്പോൾ ഇഷ്ടമുള്ള പഠിക്കൽ ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ പറയുന്നത് അയ്യോ വേണ്ട, നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു കാര്യത്തിലൊരു പെർഫെക്ഷനും ഒരു സന്തോഷവും നമുക്ക് കിട്ടില്ല. പക്ഷേ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് BFA എന്ന് പറയുന്ന കോഴ്സ് അടിപൊളി. ഇനി BFAയുടെ കോഴ്സ് ഡ്യൂറേഷനും സ്പെഷ്യലൈസേഷനും കുറിച്ച് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വൺ, കോഴ്സിന് ഡ്യൂറേഷൻ 4 ഇയർ ആണുള്ളത്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണിത്. സോ ഇത് ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ഇയർ ആണ്. കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ആർട്ട് റിലേറ്റഡ് സംഭവങ്ങളും പഠിക്കും. ദെൻ സെക്കൻഡ് ഇയർ മുതലാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. അത് ഫസ്റ്റ് ഇയർ മാർക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, എന്തായാലും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ദെൻ ഇത്ര അറിഞ്ഞാൽ മതി. സെക്കൻഡ് ഇയർ ആണ് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. അതിൽ മെയിനായിട്ട് വരുന്ന സ്പെഷ്യലൈസേഷൻസ് അപ്ലൈഡ് ആർട്ട്, അഡ്വർടൈസിങ്, ബ്രാൻഡിങ്, ഗ്രാഫിക്സ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് അപ്ലൈഡ് ആർട്ട് എന്നുള്ളത്.
തന്നെ അടുത്തത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്ങിൽ നമ്മൾ പല ടൈപ്പ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് പഠിക്കും, പിന്നെ പല ടെക്നിക്സ് പഠിക്കും, പല മീഡിയംസിനെ കുറിച്ച് പഠിക്കും. പെയിൻറ്റിങ്ങിൽ നമുക്ക് നമ്മളേതായ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റൈൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ചെയ്യാനൊക്കെ പറ്റിയൊരു സബ്ജക്റ്റാണ് പെയിൻറ്റിങ്. സ്കൾപ്ചറാണ്. സ്കൾപ്ചർ 3 ഡയമെൻഷനായുള്ള ആർട്ട് വർക്ക്സ് ചെയ്യുക. അത് നമ്മൾ ക്ലേയിൽ ചെയ്യുക, വുഡിൽ ചെയ്യുക, മെറ്റൽ, അങ്ങനെ പല ഇതിലും സ്കൾപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു സബ്ജക്റ്റ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നുള്ളതാണ്. അതിൽ ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനും കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഇതിന് പുറത്തൊക്കെ. പിന്നെ മ്യൂറലിൽ നമുക്ക് ചെയ്യാൻ പറ്റും BFA. പല സ്പെഷ്യലൈസേഷൻസും ഉണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും. അതിനെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ദെൻ അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ഏതൊക്കെ കോളേജിലാണ് ഈ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കേരളത്തിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലുള്ള ഫൈൻ ആർട്സ് കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂർ ആൻഡ് ട്രിവാൻഡ്രം, ദെൻ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര. ഈ 3 കോളേജാണ് മെയിനായിട്ടുള്ളത്. പിന്നെ RLB മ്യൂസിക് കോളേജ് ഉണ്ട്, ഇവിടെയും BFA പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ശങ്കരാചാര്യ കോളേജിലാണ്. ഈ RLBയും ശങ്കരാചാര്യയും സെപ്പറേറ്റ് ആണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. മറ്റേ 3 ഒരുമിച്ചാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. അപ്പോൾ മെയിനായിട്ട് വേറെ ഡൗട്ട് വരുന്നതാണ്, ഇവിടെ എത്ര സീറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും കിട്ടുമോ, കുറേ സീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാടൊന്നുമില്ല. ഈ 3 കോളേജിൽ എടുക്കുകയാണെങ്കിൽ തന്നെ 3 കോളേജിനും കൂട്ടിയിട്ട് 150 സീറ്റാണ്, പ്ലസ് 7 സീറ്റ് ഉണ്ട്, 157 സീറ്റാണ് ഉള്ളത്. ഈ 7 സീറ്റ് എന്ന് പറയുന്നത് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു കോഴ്സ് തൃശ്ശൂർ ഫൈൻ ആർട്സിലേ ഉള്ളൂ കേട്ടോ, ബാക്കി 2 പേർക്കില്ല. അപ്പോൾ 7 സീറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി 150 സീറ്റിൽ 50 സീറ്റ് വെച്ചിട്ടാണ് 3 കോളേജുകളിലായിട്ടുള്ളത്. റീസെൻറ്റ് പ്രോസ്പെക്റ്റിൽ അതാണ് കണ്ടത്. ഇനിയിപ്പോൾ ഇതിന് കൂടുതൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇതിലൊരു 49 സീറ്റാണ് മെയിനായിട്ട് നമ്മൾക്കുള്ളത്. ഒരു സീറ്റ് ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്ക് അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏകദേശം ഇത്ര സീറ്റാണ് ഈ 3 കോളേജുകളിലായിട്ടും ഉള്ളത്. പിന്നെ മറ്റേ 2 കോളേജിൻ്റെ കാര്യം എനിക്കത്ര അറിയത്തില്ല. ഈ 3 കോളേജിൻ്റെ കാര്യം കുറച്ചുകൂടി എനിക്ക് അറിയുന്നത്. ഇത്രയും സീറ്റുള്ളൂ, വളരെ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആർട്ട് പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലും BFA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോളേജസ് ഉണ്ട്. അല്ല ഒന്നും ഞാൻ പറയണില്ല, കുറച്ച് സൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് അറിയുന്ന എല്ലാ കോളേജിൻ്റെ പേരും ഞാൻ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ബനാറസി ഹിന്ദു യൂണിവേഴ്സിറ്റി, കോളേജ് ഓഫ് ആർട്ട് ഡൽഹി, ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൊൽക്കത്ത, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, JJ സ്കൂൾ ഓഫ് ആർട്ട് മുംബൈ. ഫേമസ് കോളേജാണ്. ഇനി ഒരുപാട് കോളേജുകളുണ്ട്. സോ എനിക്ക് ഏകദേശം ഈ ഇത്രയും കോളേജിൻ്റെ പേരൊക്കെ അറിയുള്ളൂ. ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ അതിലൊക്കെ കൊടുക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ഈ BFA അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. +2 പാസ് ഔട്ട് ആയ എല്ലാവർക്കും BFA എലിജിബിലിറ്റി ഉണ്ട്. +2 പാസ്സാവണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഏത് സ്ട്രീം പഠിച്ചാലും കുഴപ്പമില്ല, നമ്മൾ +2 പാസ്സായി എന്നുള്ളൊരു ഉറപ്പ് മാത്രം മതി. പിന്നെ അതിൽ എൻട്രൻസ് എക്സാം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ആർട്ടാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ മുമ്പ് ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അതൊന്നും വലിയ കാര്യമില്ല. നമ്മളുടെ സബ്ജക്റ്റ് ആർട്ടാണ്, നമ്മൾക്ക് എത്രത്തോളം നന്നായിട്ട് എൻട്രൻസ് എക്സാം പെർഫോം ചെയ്യുന്നു, സോ അതിനനുസരിച്ചാണ് നമുക്ക് BFAയിൽ സീറ്റ് കിട്ടുക. ആരും എൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് BFAയുടെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട്. അത് എന്താ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. മറ്റുള്ള എൻട്രൻസ് എക്സാം പോലെയല്ല BFAയുടെ എൻട്രൻസ് എക്സാം, കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. അത് തന്നെയാണ് എല്ലാവർക്കും നല്ല ഡൗട്ടുള്ളത്. ഞാൻ BFA ആസ്പിറൻ്റ് ആണ്, ഞാൻ എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ എഴുതുന്നത്. സോ അത് എങ്ങനെയാണ്, എക്സാം എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിസൾട്ട്, അതൊക്കെ കൂട്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതിൽ മിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ എക്സാമിൽ മെയിനായിട്ട് 4 പേപ്പറാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡ്രോയിങ് ടെസ്റ്റാണ്, ലൈവ് സ്കെച്ചിങ്. അതിൽ നമുക്കൊരു മോഡൽ വന്നിരിക്കും. ആ മോഡലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ദെൻ നമ്മൾ അയാളെ വരയ്ക്കുക. അതിലൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുക. അത് 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് തിയറിയാണ്. ആർട്ട് നോളജ് ആൻഡ് കൾച്ചറിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. 25 മാർക്കിൻ്റെ ആണ് കേട്ടോ. 20 മാർക്കിന് നമുക്ക് ചോയ്സ് ഉണ്ടാവും. ദെൻ 20 മാർക്കിന് 1 വേർഡ് പോലത്തെയാണ്. പിന്നെ 5 മാർക്കിന് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാം. അതായത് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തരും, പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിനെ കുറിച്ചൊക്കെ തരും. അത് നമ്മുടെ രീതിക്കൊന്ന് എഴുതാം. അത്രയേ ഉള്ളൂ 5 മാർക്കിൻ്റെ. അപ്പോൾ 25 മാർക്കിന് തിയറി കിട്ടും. ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. ഈ ഒരു പാർട്ട് എല്ലാവരും ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞില്ലേ,
ആ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ഇത് എഴുതേണ്ടത്. എല്ലാത്തവർക്കും വേണമെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യാൻ, പ്രശ്നമൊന്നുമില്ല. ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എടുക്കുന്നവർക്ക് എഴുതേണ്ട ഒരു എക്സാമാണ്. അതെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇത് എഴുതണം. എല്ലാത്തവരും എഴുതണം. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. എഴുതണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ വേണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അടുത്ത പാട്ടെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 3 സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെന്ന്. അതിനെ ബേസ് ചെയ്ത ടെസ്റ്റാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് സ്പെഷ്യലൈസേഷനാണ് വേണ്ടത്, നമുക്ക് ഏത് പെയിൻറ്റിങ് എടുക്കണം പെയിൻറ്റിങ് എടുക്കാം, സ്കൾപ്ചർ എടുക്കണം സ്കൾപ്ചർ എടുക്കാം, ഡിസൈൻ ടെസ്റ്റ് എടുക്കണമെങ്കിൽ അപ്ലൈഡ് ആർട്ടിന് ടെസ്റ്റിന് ഡിസൈൻ ടെസ്റ്റ് എന്നാണ് പറയുക, അതെടുക്കണമെങ്കിൽ അതെടുക്കാം. ഏതൊരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ദെൻ ആ ഒരു പേപ്പർ എടുത്താൽ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ക്രിയേറ്റീവ് പെയിൻറ്റിങ് ആണ്. അപ്പോൾ അതിൽ വാട്ടർ കളർ യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ അത് ഓൾറെഡി പേപ്പേഴ്സിൽ നോക്കിയാൽ കാണാൻ ഏതൊക്കെ മീഡിയംസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ആ ഒരു സ്പെഷ്യലൈസേഷൻ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു പാർട്ട് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ് BFA എൻട്രൻസ് എക്സാമിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ BFAയുടെ എൻട്രൻസ് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്രാവശ്യം വന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്നും കൂടി എനിക്കറിയത്തില്ല കേട്ടോ. സോ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പോൾ DTA കേരള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ BFA അഡ്മിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ പോയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതിൽ തന്നെ നമ്മൾ ഏത് സ്പെഷ്യലൈസേഷനാണ് ചൂസ് ചെയ്തിട്ട് ആ ഒരു പാർട്ട് എക്സാം എഴുതുന്നത്, അപ്പോൾ അപ്ലൈ ചെയ്യണം കേട്ടോ. എക്സാം ഹാളിൽ പോയിട്ട് നമ്മൾ എനിക്ക് പെയിൻറ്റിങ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ ഏതാണ് കൊടുത്തത് അതാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ആർട്ടിസ്റ്റിൽ നമുക്കത് ചോദിക്കും വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ വേണ്ട കേട്ടോ. നല്ല ഡീറ്റെയിൽസും എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ കൊടുക്കുക. പിന്നെ അതിൽ നമുക്ക് വരും അഡ്മിഷൻ ആയി, പിന്നെ എന്താണ് എക്സാം, നമുക്ക് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം, എവിടെയൊക്കെ സെൻറ്റർ എന്നൊക്കെ അതിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും കേട്ടോ. ഇനി അടുത്തതായിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എന്നോട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ വീട്ടുകാരങ്ങനെ ചോദിക്കാറില്ല, കൂടുതൽ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് BFA പഠിച്ചാൽ എന്തൊക്കെ ജോബാണ് കിട്ടുക, ഈ ആർട്ട് ഈ വരയ്ക്കലും ഇതൊക്കെ ആയിട്ട് എന്താ വെറുതെ ചിത്രം വരച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര പഠിച്ചേ, ഇതിനെന്തിനാണ് എടുത്ത സമയം കളയാൻ വേണ്ടി, വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് അവർ പറയണത്. കലാബോധം ഇല്ലാത്തവർ പലരും പറയും നമുക്കെല്ലാവരും ഉള്ളൂ നമ്മുടെ പാഷൻ നമുക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ജോബിനെ കുറിച്ചിട്ട് എല്ലാവരും ഭയങ്കര കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആർട്ട് ഇഷ്ടമാണ് ഒക്കെയാണ്, പക്ഷേ ഇതൊക്കെ പഠിച്ച് നമുക്ക് ജോബ് കിട്ടുമോ, എല്ലാവരും നമ്മളടുത്ത് പറയുമ്പോൾ നമ്മളിങ്ങനെ പാഷൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് തോന്നും, ഇതൊക്കെ പഠിച്ച് ജോലി കിട്ടുമോ, നമ്മളെന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആർട്ട് ചൂസ് ചെയ്ത് പണിയായോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫീൽഡ് തന്നെ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ പോവുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആർട്ടിൽ പല പല ജോബുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന തന്നെയാണല്ലോ കേട്ടോ. നമ്മുടെ സ്കിൽസ്, നമ്മളെടുത്ത സ്പെഷ്യലൈസേഷൻ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ജോബും. എന്നാലും ഏകദേശം എല്ലാവർക്കും പല ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പറയുകയാണെങ്കിൽ എല്ലാം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കുറേയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ്, ഇല്ലുസ്ട്രേറ്റർ, ആനിമേഷൻ, UI UX ഡിസൈനിങ്, പിന്നെ ആർട്ട് ടീച്ചർ, അത് നമുക്ക് സ്കൂൾസിൽ പഠിപ്പിക്കാം. നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിൽ, പിന്നെ നമ്മൾ MFA എടുത്ത ഈ BFAയുടെ ഫൈൻ ആർട്സിൻ്റെ മാസ്റ്ററായ MFA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോളേജുകളിൽ നമുക്ക് പ്രൊഫസേഴ്സായിട്ട് കയറാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ്, ആർട്ട് ഡയറക്ടർ, പിന്നെ ഉള്ളത് ഫ്രീലാൻസിങ്, പിന്നെ നമുക്ക് അഡ്വർടൈസിങ്, ന്യൂസ് പേപ്പർ, ഗാലറി, മ്യൂസിയം, അങ്ങനെ ഒരുപാട് പ്രിൻറ്റിങ്, അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡിൽ നമുക്ക് BFA ഗ്രാജുവേറ്റ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും ഡോക്ടറും എൻജിനീയറായി എങ്ങനെയാണ് ഈ ഡിസൈനിങ് ഈ ആർട്ട് ഒക്കെ നോക്കാനും ആൾക്കാർ വേണം. പല പല ഫീൽഡിലും ആർട്ടിസ്റ്റുകൾ ആവശ്യമാണ്. ഇപ്പോൾ മെയിനായിട്ട് ഫ്രീലാൻസിങ്ങിലും കമ്മീഷൻ വർക്ക്സ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇതിലൊക്കെയാണ് മിക്ക ആർട്ടിസ്റ്റുകളും അവരുടെ ആർട്ട് വർക്ക് സെല് ചെയ്യുന്നതും അവരുടെ ഇതൊക്കെ കാണിക്കുന്നതും നല്ല പൈസ ഉണ്ടാക്കുന്നതും ഈ ഒരു ഇതിലൊക്കെയാണ് കേട്ടോ. പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ AI വന്നു, ആർട്ടിസ്റ്റുകൾക്ക് വിലയില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. AI വന്നാലും ആർട്ടിസ്റ്റിൻ്റെ റോള് ഒരിക്കലും പോകത്തില്ല കേട്ടോ. ആൾക്കാർ തന്നെ ചിന്തിച്ചു ഉണ്ടാക്കുന്നതാണ്
എല്ലാവരും എന്നോട് അങ്ങനെയും ചോദിക്കുന്നുണ്ട്, അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാം. ഇങ്ങനെ പറയുന്നുണ്ടല്ല വേറെ വേറെ വീഡിയോ ചെയ്യുന്നത്, എല്ലാം ചെയ്യാം. ഇപ്പോൾ എൻട്രൻസിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്കങ്ങനെ അധികം പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെ ഇല്ലാത്തൊരു ഫീൽഡൊന്നും അല്ല. എഫ് എ പഠിക്കുന്നത് വേർത്താണോ എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വേർത്താണ്. ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുകയാണ്, പഠിക്കുകയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് നല്ല നല്ല കാര്യമാണ് അത്. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുക്കുകയാണെങ്കിലും നമ്മളത് അത്യാവശ്യം നമുക്കതിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഡെയിലി പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആക്കണം. നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അപ്പം നമ്മളും അത്യാവശ്യം ഇതിൽ പണിയെടുക്കണം. എന്നാലാണ് നമുക്ക് നല്ലൊരു കാര്യം, നല്ലൊരു സക്സസ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറച്ച് വരച്ച് ഓക്കെ, കുറച്ച് വരയ്ക്കാൻ പഠിക്കാമെന്ന് വിചാരിച്ച് ഫൈൻ ആർട്സിൽ പോകേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടേക്ക് പോയി പഠിക്കാവുന്നതേ ഉള്ളൂ. സ്നേഹം പോക്കിന് വേണ്ടിയിട്ട് ഫൈൻ ആർട്സ് ഡിഗ്രി എടുക്കാം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന ഒരാളാണ്. അതായത് എനിക്ക് എങ്ങനെയാണ് ഇനി അടുത്തതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ അവിടെ ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ആൻസർ യുവർ ബേസിക് ക്വസ്റ്റ്യൻസ് അബൌട്ട് BFA. ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. ഇൻസ്റ്റഗ്രാമിൽ DM ചിലപ്പോൾ പലർക്കും റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുക. കോമൺ ആയിട്ട് ഡൗട്ടാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ടോയെന്ന്. എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട, എൻ്റെ വീഡിയോസ് കാണുക. പിന്നെ എനിക്ക് എപ്പോഴും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഈ വീഡിയോ തന്നെ എപ്പോഴാണ് പുറത്തേക്ക് ഇറക്കാമെന്ന് എനിക്കറിയത്തില്ല. എഡിറ്റിങ് കാര്യങ്ങൾ കുറച്ച് എനിക്കിപ്പോൾ മടിയായി തുടങ്ങി. മുമ്പൊക്കെ എനിക്ക് എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കുറച്ച് മടിയായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനേ പറ്റാറില്ല. എന്തായാലും വീഡിയോ എപ്പോഴെങ്കിലും നിങ്ങൾ മുന്നിലെത്തും. നേരത്തെ പറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ഇതൊന്നും മടിയില്ല. പക്ഷേ എഡിറ്റിങ് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് അയ്യോ പിന്നെ ചെയ്യാം എന്ന് വെച്ച് നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ. വേറെ ഒന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.